പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ വാരണാസിയിൽ ICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി മത്സരിക്കില്ല. 2014 മണ്ഡലത്തിൽ മത്സരിച്ച അജയ് റായിയെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉടൻ പ്രിയങ്ക മത്സര രംഗത്തേക്ക് ഇറങ്ങേണ്ടെന്ന സോണിയാഗാന്ധിയുടെ നിലപാടാണ് തീരുമാനത്തിന് പിന്നിൽ. സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രിയങ്ക ഗാന്ധി ഇറങ്ങിയത് മുതൽ സ്ഥാനാർത്ഥിത്വവും ചർച്ചയായിരുന്നു. എന്നാൽ വാരണാസി സ്ഥാനാർത്ഥി ചർച്ചകൾക്ക് തുറക്കമിട്ടത് പ്രിയങ്ക തന്നെയായിരുന്നു. ഗംഗായാത്രയ്ക്കിടെ വാരണാസിയിൽ മത്സരിച്ചാൽ എന്താണെന്ന പ്രിയങ്കയുടെ ചോദ്യമാണ് ചർച്ച സജീവമാക്കിയത്. പ്രചാരണ വേദികളിൽ പ്രിയങ്ക ഗാന്ധിയും അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയും വാരണാസി സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച വാർത്തകളെ തള്ളിയതുമില്ല. എന്നാൽ സോണിയാഗാന്ധിയുടെ എതിർപ്പ് ഇക്കാര്യത്തിൽ ശക്തമായിരുന്നു. പ്രിയങ്ക രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയ ഉടൻ മത്സരിക്കേണ്ടെന്ന നിലപാടിൽ സോണിയാഗാന്ധി ഉറച്ചുനിന്നു. സ്ഥാനാർത്ഥിത്വം പ്രിയങ്കയെ വാരണാസിയിൽ ഒതുക്കുമെന്ന ആശങ്കയും പാർട്ടിക്കുണ്ടായിരുന്നു. തുടർന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് 4 ദിവസം മാത്രം ശേഷിക്കെ അജയ് റായെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. 5 തവണ UP MLA ആയ അജയ് റായ്ക്ക് വലിയ പ്രാദേശിക പിന്തുണയുമുണ്ട്. 2014 75,000 വോട്ടോടെ കെജ്രിവാളിന് പിന്നിൽ 3ാം സ്ഥാനത്തായിരുന്നു അജയ് റായ്. തെരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ 2ാം മണ്ഡലമായ വയനാട്ടിൽ നിൽക്കുകയും പ്രിയങ്കയെ അമേഠി ഉപതെരഞ്ഞെടുപ്പിലിറക്കാനുമാണ് കോൺഗ്രസ് ആലോചനയെന്നും റിപ്പോർട്ടുകളുണ്ട്. SP നേതാവായ ശാലിനി യാദവാണ് വാരണാസിയിൽ SP BSP സഖ്യ സ്ഥാനാർത്ഥി. മീഡിയ 1 ഡൽഹി.